ചാലക്കുടി ചന്തയിലെ ആധുനിക മത്സ്യ സ്റ്റാൾ നിർമ്മാണം ഇനിയും തുടങ്ങാനായില്ല. പേരിന് കുഴിയെടുത്തതല്ലാതെ ഒരു പ്രവൃത്തികളും നടക്കുന്നില്ലെന്ന് ആക്ഷേപം. റോഡ് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റലിൽ തെന്നി ഇരുചക്രവാഹന യാത്രികന് പരിക്ക്. വടമ പുത്തൻവീട്ടിലെ രമേശനാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. കൊടുങ്ങല്ലൂരിലെ VP തുരുത്തിൽ തെരുവ് കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം. പണവും വിൽപ്പന സാധനങ്ങളും കവർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി ചന്തയിലെ ആധുനിക മത്സ്യ സ്റ്റാൾ നിർമ്മാണം ഇനിയും തുടങ്ങാനായില്ല. പേരിന് കുഴിയെടുത്തതല്ലാതെ ഒരു പ്രവൃത്തികളും നടക്കുന്നില്ലെന്ന് ആക്ഷേപം. 3 കോടി രൂപ ചെലവിൽ തീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ചാലക്കുടി ചന്തയിലെ ആധുനിക മത്സ്യ സ്റ്റാളുകളുടെ പ്രഖ്യാപനമുണ്ടായത്. കിഫ്ബിയിൽ നിന്നാണ് നിർമ്മാണത്തിനാവശ്യമായ തുക വകയിരുത്തിയത്. 22 പില്ലറുകളിലായി വൃത്താകൃതിയിലാണ് ആധുനിക മത്സ്യ സ്റ്റാളുകളുടെ നിർമ്മാണം. കെട്ടിടത്തിൽ 24 സ്റ്റാളുകളാണ് നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ മധ്യഭാഗത്ത് വാഹനങ്ങൾ എത്തുന്ന തരത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള മാർക്കറ്റിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നിർമ്മാണം. പില്ലറുകൾ സ്ഥാപിക്കാൻ നിലവിലെ കാന മറ്റൊരു സ്ഥലത്തേക്ക് റീറൂട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രാഥമികമായി നടത്തേണ്ട ആ പ്രവൃത്തികൾ പോലും ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. കെട്ടിട നിർമ്മാണത്തിനായി ഇവിടെയുണ്ടായിരുന്ന 16ഓളം പെർമനന്റ് സ്റ്റാളുകൾ ഓണത്തിന് മുമ്പേ പൊളിച്ചു മാറ്റിയിരുന്നു. ഓണക്കച്ചവടം കഴിഞ്ഞ് സ്റ്റാളുകൾ പൊളിക്കാമെന്ന വ്യാപാരികളുടെ അപേക്ഷ പരിഗണിക്കാതെ നഗരസഭാ ചെയർമാൻ അടിയന്തരമായി പൊളിച്ചു നീക്കുകയും ചെയ്തു. ഓണം കഴിയുന്നതോടെ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു ചെയർമാന്റെ പ്രഖ്യാപനം. എന്നാൽ ഓണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. നിർമ്മാണത്തിനായി ഷീറ്റ് കൊണ്ട് അടച്ചുകെട്ടിയതും നിർമ്മാണ സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്നതും ചന്തയുടെ പ്രവർത്തനത്തിനും ഇവിടെ എത്തുന്നവർക്കും അസൗകര്യമായി. പില്ലറുകൾക്കായി കുഴിയെടുത്തതല്ലാതെ ഒരു പ്രവൃത്തികളും നടക്കുന്നില്ല. നിർമ്മാണം ആരംഭിക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടികളും ഉണ്ടാകുന്നില്ല. നിർമ്മാണം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കാത്ത നഗരസഭാ ചെയർമാനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. റോഡ് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റലിൽ തെന്നി ഇരുചക്രവാഹന യാത്രികന് പരിക്ക്. വടമ പുത്തൻവീട്ടിൽ രമേശനാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. വടമ പതിയാരി റോഡിന്റെ നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റൽ റോഡിലേക്ക് നിരന്നു കിടക്കുകയായിരുന്നു. ഇതറിയാതെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന രമേശന്റെ ബൈക്ക് മെറ്റലിൽ തെറ്റി മറിയുകയായിരുന്നു. ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവിടെ മെറ്റലൊന്നും ഉണ്ടായില്ല. പോയി തിരിച്ചു വരുന്ന സമയത്ത് റോഡിൽ നിറച്ച് മെറ്റലാണ്. അതും 90-95% റോഡിൽ തന്നെ ഒരു സൈക്കിൾ പാട് പോകാനുള്ള വഴിയുള്ളൂ. പക്ഷേ അവിടെ സീറ്റ് ലൈറ്റും ഒന്നും കത്തണമില്ല. എൻ്റെ വണ്ടിയുടെ ലൈറ്റിലും നമുക്ക് മെറ്റൽ കാണാൻ പറ്റില്ലല്ലോ. അതിൽ അവിടെ ജസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ ബ്രേക്ക് ചവിട്ടിയ ആ മെറ്റലിൽ കണ്ട് സ്കിഡ് ചെയ്തിട്ട് വണ്ടി വീണു. ഈ വണ്ടി എൻ്റെ ഒരു കാൽമയ്ക്കും തേട്ട് വീണായിരുന്നു. ഇപ്പോൾ ഈ കൈയിൻ്റെ ഷോൾഡർ തിരിഞ്ഞു. ഇതിൻ്റെ ആ മറ്റേ ചെറ്റയുടെ അവിടെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ഇടാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നിറച്ച് മെറ്റലായിരുന്നു. മെറ്റലിൻ്റെ പൊടികളായിരുന്നു. അപകടത്തിൽ രമേശന്റെ കൈക്കും കാലിനും പരിക്കേറ്റു. റോഡിൽ വഴിവിളക്കില്ലാത്തതിനാൽ മെറ്റൽ നിരന്നു കിടക്കുന്നത് കാണാൻ സാധിച്ചില്ലെന്ന് രമേശൻ പറഞ്ഞു. അശ്രദ്ധമായി അപകടകരമാം വിധം റോഡിന് സമീപം മെറ്റൽ കൂട്ടിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന കോൺട്രാക്ടർക്കെതിരെ രമേശൻ മാള പഞ്ചായത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിലെ VP തുരുത്തിൽ തെരുവ് കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം. പണവും വിൽപ്പന സാധനങ്ങളും കവർന്നു. ദേശീയപാതയോരത്ത് പൊട്ടുവെള്ളരി, ഉണക്കമീൻ തുടങ്ങിയവ വിൽക്കുന്ന അറപ്പാട്ട് വിജയൻ, പഴമ്പിള്ളിശ്ശേരി സുമ, തറയിൽ ഷാജി എന്നിവരുടെ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത്. പെട്ടിക്കടകൾ കുത്തിത്തുറന്ന് പണം കവർന്ന മോഷ്ടാക്കൾ ഉണക്കമീനും പൊട്ടുവെള്ളരിയും ഉൾപ്പെടെയുള്ള സാധനങ്ങളും മോഷ്ടിച്ചു. ബുധനാഴ്ച രാവിലെ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സ്ഥാപന ഉടമകൾ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. റഷ്യൻ സൈന്യത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി കരുണ ലൈനിൽ ബിനിൽ മരണപ്പെട്ടുവെന്നും ഒപ്പം പ്രവർത്തിച്ചു വന്നിരുന്ന ബന്ധുവും തൃശൂർ സ്വദേശിയുമായ ജെയിൻ കുര്യൻ പരിക്കേറ്റ് മോസ്കോയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ വിവരം സ്ഥിരീകരിച്ചത്. ഷെല്ലാക്രമണത്തിൽ ബിനിൽ കൊല്ലപ്പെടുകയും ഒപ്പമുണ്ടായിരുന്ന ബന്ധു ജെയിൻ കുര്യന് പരിക്കേൽക്കുകയും ചെയ്തതായി ചൊവ്വാഴ്ച വാർത്ത പുറത്തു വന്നിരുന്നു. ഇവർക്കൊപ്പം യുദ്ധമുഖത്ത് പ്രവർത്തിച്ചിരുന്ന തൃശൂർ സ്വദേശിയായ സന്ദീപ് ചന്ദ്രൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊല്ലപ്പെട്ടിരുന്നു. മാള കുരുവിലശ്ശേരിയിൽ അയൽവാസിയായ മധ്യവയസ്കനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുരുവിലശ്ശേരി സ്വദേശി പഞ്ഞിക്കാരൻ തോമസിനെയാണ് പ്രതിയായ വടാശ്ശേരി വീട്ടിൽ പ്രമോദ് കൊലപ്പെടുത്തിയത്.
തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ മാള വലിയപറമ്പിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തോമസും പ്രദീപും വർഷങ്ങളായി ശത്രുതയിലായിരുന്നു. കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് പ്രമോദ്. ചാലക്കുടി ടൗണിലെ ബാറിൽ അടിപിടിയുണ്ടാക്കിയതിന് 2 പേർ അറസ്റ്റിൽ. ബാർ മാനേജരെ കല്ലുകൊണ്ട് ദേഹത്തിടിച്ച് പരിക്കേൽപ്പിക്കുകയും ബാർമാനെയും സെക്യൂരിറ്റി ജീവനക്കാരനെയും മർദ്ദിക്കുകയും ചെയ്ത കേസിൽ കോർമല സ്വദേശികളായ മൊറേലി ചാർലി വർഗീസ്, തീത്തായി ഡെൽവിൻ ഡേവിസ് എന്നിവരെയാണ് SHO MK സജീവ് അറസ്റ്റ് ചെയ്തത്. 13-ന് 5-ഓടെ സിദ്ധാർത്ഥ ബാറിൽ മദ്യലഹരിയിൽ ബാറിലെ ബാർമാനോട് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരനെയും മാനേജരെയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് കേസ്. മാനേജരെ കല്ലുകൊണ്ട് തലക്കിടിക്കാൻ ശ്രമിച്ചെങ്കിലും കൈകൊണ്ട് തടഞ്ഞതിനാൽ കൈക്കാണ് പരിക്കേറ്റത്. വധശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. SIമാരായ സിജുമോൻ, ഉണ്ണികൃഷ്ണൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാള കാർമൽ കോളേജിൽ നാഷണൽ ലെവൽ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൾട്ടിമീഡിയയുടെ നേതൃത്വത്തിൽ മാള പ്രസ് ക്ലബ്ബും ചാലക്കുടി പ്രസ് ഫോറം, തൃശൂർ ക്ലബ് FM സംയോജിച്ചാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലൂമിനാർ 2025 എന്ന പേരിൽ നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ പ്രശസ്ത സിനിമാ താരം സലിംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറഞ്ഞത് എൻ്റെ വലിപ്പം കാണിക്കാൻ പറഞ്ഞതല്ല. ഈ 5ാമത്തെ അവാർഡ്, കറുത്ത രൂപന്റെ അവാർഡ് എനിക്ക് തന്നത് മാളയാണ്. ഈ മാള എന്ന നാടാണ് എനിക്ക് ആ അവാർഡ് തന്നത്. അതിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഞാൻ തന്നെയായിരുന്നു. അപ്പൊ ഈ കഥ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം ഇതിലെ ചാലക്കുടിക്ക് പോയായിരുന്നു. അപ്പൊ മാള എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വണ്ടി നിന്ന് നിർത്തിയിട്ട് എന്ത് സാധനം വായിക്കാനായിരുന്നു. വായിക്കാൻ നിർത്തി കഴിഞ്ഞപ്പോ അവിടെ എഴുതിയിട്ടുണ്ട് മാള പോസ്റ്റ് ഓഫീസ്. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സിനിമാ സംവാദം, സിനിമാ പ്രദർശനം എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ സിനിമാ സ്ക്രീനിംഗ്, സിനിമ സംബന്ധിച്ചുള്ള സംവാദവും നടക്കും. മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലുള്ള ആർട്ടിസ്റ്റ് കളക്റ്റീവ്, കൾച്ചേഴ്സ്, എക്കോ എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് മൈക്രോ ഫിലിം കോമ്പറ്റീഷൻ, ഫോട്ടോ സ്റ്റോറി, റേഡിയോ ജോക്കി, വീഡിയോ ജോക്കി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്പോർട്, ഗെയിംസ്, ഫുഡ് ഫെസ്റ്റിവൽ, ട്രഷർ ഹണ്ട് കോമ്പറ്റീഷൻ എന്നിവ നടക്കും. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിജ്ഞാനോത്സവം പദ്ധതിയുടെ ഭാഗമായി പുത്തഞ്ചിറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കവാടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഭരണഘടനാ ചുമർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായ PK ഡേവിസ് അനാച്ഛാദനം ചെയ്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസ്മാബി ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന സെക്രട്ടറി P രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുമിത ദിലീപ്, ഗ്രാമപഞ്ചായത്ത് അംഗം അരുൺ രാജ്, സഹകരണ സംഘം പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ രഞ്ജിൻ J പ്ലാക്കൽ, VHSC പ്രിൻസിപ്പൽ KP മാർട്ടിൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ മറിയം, TA കാസിം, അബു AA, കുടുംബശ്രീ ചെയർപേഴ്സൺ സിനി അനിൽകുമാർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാവി തലമുറയെ നന്മയോട് ആഭിമുഖ്യമുള്ളവരായി വളർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മനുഷ്യബുദ്ധിയേക്കാൾ വേഗതയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കണ്ടുപിടുത്തങ്ങൾ ആധുനിക മനുഷ്യൻ കൈവരിച്ചിരിക്കുന്നു. അത് ഉപയോഗിക്കുന്നിടത്ത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും ചേരുവകൾ ഉൾച്ചേർക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും പരിശ്രമിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ. എറിയാട് ഗവൺമെൻറ് കേരളവർമ്മ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അലുമിനി അസോസിയേഷൻ പുറത്തിറക്കുന്ന സുവനീർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് സുവനീർ ഏറ്റുവാങ്ങി. അലുമിനി അസോസിയേഷൻ ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. അലുമിനി അസോസിയേഷൻ വൈസ് ചെയർമാൻ EV രമേശൻ എഡിറ്റോറിയൽ ബോർഡിനെയും പടവുകൾ എന്ന പേരിലെ സുവനീറും പരിചയപ്പെടുത്തി. വിരമിക്കുന്ന അധ്യാപകർ, സ്കൂൾ ജില്ലാ കലോത്സവ പ്രതിഭകൾ, ഏറ്റവും നല്ല നാടക നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മുഹമ്മദ് റഷീദ് എന്നിവർക്കുള്ള ആദരവും അനുമോദനവും കയ്പമംഗലം MLA E.T. ടൈസൺ നിർവഹിച്ചു.
ഏറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PK മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആളൂർ ജംഗ്ഷനിലേക്ക് സാന്ത്വന പരിചരണത്തെ സംബന്ധിച്ച മുദ്രാവാക്യങ്ങൾ ഉയർത്തി റാലി സംഘടിപ്പിച്ചു. തുടർന്ന് ആളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിനയൻ MS സാന്ത്വന പരിചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അല്ലി പ്ലാക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, MLSPമാർ, പാലിയേറ്റീവ് കെയർ നഴ്സ്, ആശാപ്രവർത്തകർ എന്നിവർ ജാഥയിൽ പങ്കെടുത്തു. മേൽഡൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ പരിശുദ്ധ അത്ഭുത പ്രേഗുണ്ണിയുടെയും വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെയും തിരുനാളിന് കൊടിയേറി. ഫാദർ ഡേവിസ് കിഴക്കുംതല കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവ നടന്നു. സിനിമാ സംവിധായകൻ AD ഗിരീഷ് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ജനുവരി 19 വരെയാണ് തിരുനാൾ ആഘോഷം. 18 ശനിയാഴ്ച സെബസ്റ്റ്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കും. 19 ഞായറാഴ്ച ഉണ്ണീശോയുടെ തിരുനാൾ ദിനത്തിൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ സിബു കള്ളാംപറമ്പ് കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. മാള ഗ്രാമപഞ്ചായത്ത് സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയാലാണ് നമ്മൾക്കത് കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനോടൊപ്പം താങ്ങും തണലായി വാണിജ്യ വകുപ്പും ബാങ്കുകാരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾക്ക് ഏതൊക്കെ തൊഴിൽ ചെയ്യാൻ സാധിക്കും നമ്മളാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇന്ന തൊഴിലെടുത്താൽ നമുക്ക് ആ തൊഴിലിടത്തിൽ വരുമാനം കണ്ടെത്താനും അത് നേടാനും സാധിക്കുമെന്ന്. പല ബുദ്ധിമുട്ടുകളിലൂടെയും പല പ്രശ്നങ്ങളിലെയും തരണം ചെയ്തുകൊണ്ട് ഓരോ ജോലികൾ നമ്മൾ നേടിക്കൊണ്ട് നടക്കുമ്പോൾ അത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമ്മളെ എത്തിക്കാനും ഇത് ഒരു അവസരമായിക്കൊണ്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ സംരംഭകം എന്ന് നിലനിന്ന് പോകാനും വരുമാനം കണ്ടെത്താനും അത് ജീവിതമാർഗത്തിലേക്ക് ഒരു മുന്നറിയിപ്പായിക്കൊണ്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടും ഒരു നമ്മുടെ കുടുംബത്തിന്റെ അത്താണിയായി മാറട്ടെ എന്ന് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, സിനി ബെന്നി, നബീസത്ത് ജലീൽ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ ജിജു മാടപ്പള്ളി, KV രഘു, അമ്പിളി സജീവ്, സാബു പോൾ എടാട്ടുകാരൻ, സിന്ധു അശോക് എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ആരവൻ 2K25 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ തൃശ്ശൂർ ജില്ല നമ്മുടെ ഇന്ത്യയുടെ എന്ന് മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ സർക്കാർ വിദ്യാലയങ്ങളും എയ്ഡഡും അൺഎയ്ഡഡും ഉൾപ്പെടെയുള്ള 1000-ലധികം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആകെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത കൂട്ടത്തിൽ ഇന്ത്യയിലെ 498 ജില്ലാ പഞ്ചായത്തുകളെ അപഗ്രഥിക്കുന്ന ഘട്ടത്തിൽ തൃശ്ശൂർ ജില്ല ഇന്ത്യയിൽ അതിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ ജില്ലയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് മാസ്റ്ററുടെ കാലത്ത് നടത്തിയ ഘട്ടത്തിൽ 498 ജില്ലകളെ എടുത്തപ്പോൾ അതിലൊരു ജില്ല. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ സിനിമാ സംവിധായകൻ ഹനീഫ് അധേനി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. വിരമിക്കൽ അധ്യാപകർ, കലാകായിക ശാസ്ത്ര പ്രതിഭകൾ എന്നിവർക്ക് ഉപഹാര സമർപ്പണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, PTA പ്രസിഡന്റ് സുബി പ്രദീപ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് എന്നിവർ സംസാരിച്ചു. തൃശൂർ സഹോദയ സംഘടിപ്പിക്കുന്ന കിഡ്സ് ഫെസ്റ്റ് ചാലക്കുടി CKMNSS സീനിയർ സെക്കൻഡറി സ്കൂൾ വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2 കാറ്റഗറിയിലായി നടത്തുന്ന കലോത്സവത്തിൽ ജില്ലയിലെ 60 CBSE സ്കൂളിൽ നിന്നായി 2600ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. LKG മുതൽ 2ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ 20 സ്റ്റേജുകളിലായാണ് നടത്തുന്നത്. ചലച്ചിത്ര സംവിധായകൻ ഹരി P നായർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ M ദിനേശ് ബാബു, KA ഷമീം, ബാവ മൃദുല മധു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ആനപ്പാറ അണ്ണല്ലൂർ മണലി ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാഴ്ചശീവേലി, ദീപാരാധന, തായമ്പക, താലി സമർപ്പണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
മാള ഗ്രാമപഞ്ചായത്ത് വനിതാ കലോത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമാണ്. നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളുടെ ഒട്ടേറെ കഴിവുകളുള്ളവരാണ് പുറത്തു നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. കേരളോത്സവം നടത്താണെങ്കിലും അതിൽ കുറേ പേർക്കായാലും പ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് പകുതി പേർക്ക് അതിലും പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പം അതിലൊക്കെ ഉപരി ഈ ഒരു വേദി വനിതകൾക്കും കുട്ടികൾക്കായിട്ട് ഒരുക്കി വെച്ചപ്പോൾ അത്രയും പേർക്ക് ആളുകൾ ഇതിലേക്ക് പങ്കെടുക്കാത്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു വേദി കിട്ടുവാൻ വേണ്ടിയാണ് പലരും ഇത് കാത്ത് ഇരിക്കുന്നത്. നമ്മൾ ഒക്ടോബർ 1 വയോജന ദിനം ഇവിടെ ആഘോഷിച്ചപ്പോൾ എല്ലാ വയോജനങ്ങളും ഒന്നിനൊന്ന് മാറി മാറിയാണ് സ്റ്റേജിലേക്ക് കയറാൻ കുതിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അതിലേക്ക് കയറി ആ അവസരത്തിൽ പങ്കെടുക്കാനുള്ള സമയം പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു കൊണ്ടുപോയത്. ഇന്ന് നമുക്ക് ഒട്ടേറെ നമ്മുടെ വാർഡുകളിൽ തന്നെ ഒട്ടേറെ സംഘങ്ങൾ വനിതകളുടെ ഗ്രൂപ്പുകളായിട്ടും മറ്റു ഗ്രൂപ്പുകളായിട്ടുള്ളത് നമ്മളുടെ കൊച്ചുമക്കളെയും ഇതിലേക്ക് പങ്കെടുപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, സിനി ബെന്നി, നബീസത്ത് ജലീൽ, മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ ജിജു മാടപ്പള്ളി, ഉഷ ബാലൻ, കെ വി രഘു, അമ്പിളി സജീവ്, സാബു പോൾ എടാട്ടുകാരൻ, സിന്ധു അശോക്, CDS ചെയർപേഴ്സൺ സരോജ വിജയൻ, ICDS സൂപ്പർവൈസർ VK അംബിക എന്നിവർ പങ്കെടുത്തു. അന്നമനട പടിഞ്ഞാറില്ലത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരച്ചുവ മഹോത്സവം ആഘോഷിച്ചു. പുഷ്പാഭിഷേകം, പൂമൂടൽ, പഞ്ചവാദ്യം, ദീപാരാധന എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി ചന്തയിലെ ആധുനിക മത്സ്യ സ്റ്റാൾ നിർമ്മാണം ഇനിയും തുടങ്ങാനായില്ല. പേരിന് കുഴിയെടുത്തതല്ലാതെ ഒരു പ്രവൃത്തികളും നടക്കുന്നില്ലെന്ന് ആക്ഷേപം. റോഡ് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റലിൽ തെന്നി ഇരുചക്രവാഹന യാത്രികന് പരിക്ക്. വടമ പുത്തൻവീട്ടിലെ രമേശനാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. കൊടുങ്ങല്ലൂരിലെ VP തുരുത്തിൽ തെരുവ് കച്ചവട സ്ഥാപനങ്ങളിൽ മോഷണം. പണവും വിൽപ്പന സാധനങ്ങളും കവർന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.